ദുരന്തം താണ്ഡവമാടിയ വയനാട് നമുക്കറിയാം. എന്നാൽ മഹാദുരന്തങ്ങൾ മാറി മാറി സംരക്ഷണ വലയം തീർക്കുന്ന വയനാടിനെ നമുക്കറിയാമോ? ഇത് സുൽത്താൻ ബത്തേരി താലൂക്കിൽ നൂൽപ്പുഴ പഞ്ചായത്ത് 11-ാം വാർഡിൻ്റെ അവസ്ഥ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആദിവാസി ക്ഷേമ പദ്ധതികളും അവയ്ക്ക് അനുവദിച്ച ഫണ്ടുകളും ചെലവഴിച്ച് തീർത്തത് ഏത് മേഖലയിലാണ്? ഇന്നും തോർത്തുമുണ്ടിൻ്റെ വലിപ്പമുള്ള ടാർപോളിൻ ഷീറ്റ് കൊണ്ട് വർഷകാലങ്ങളെ അതിജീവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ വേദന ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മികച്ച സാമൂഹ്യ പ്രവർത്തകയും ആദിവാസി ക്ഷേമത്തിന് വയനാടാണ്. നാലാമത്തെ പ്രാവശ്യം വെള്ളം കയറി. നാലാമത്തെ പ്രാവശ്യം വെള്ളം കയറിയിട്ട് ഇങ്ങനെ ക്യാമ്പിൽ തന്നെ പോയത്. ക്യാമ്പിൽ പോയിട്ട് ഇങ്ങനെ ഒരു തീരുമാനം മെമ്പർമാരും വരുന്നില്ല. മെമ്പർമാർ പിന്നെ മാളത്തിൽ ഇങ്ങനെ പാമ്പ് കൂടിയിട്ട് മാളത്തിൽ ഇങ്ങനെ പിന്നെ തലയുയർത്തി കാണിക്കുന്ന പോലെ ഒന്നൊക്കെ തലയുയർത്തി കാണിച്ചിട്ട് മെമ്പർമാരെ ഇങ്ങോട്ട് പോരും. അങ്ങനെയൊക്കെ വന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. പ്രൊമോട്ടർമാരും കണക്കാണ്, ഈ മെമ്പർമാരും കണക്കാണ്. മെമ്പർമാർ ഈ മാളത്ത് പാമ്പ് പോയിട്ട് ഇങ്ങനെ തലയുയർത്തി കാണിക്കുന്ന പോലെയാണ് കാണിച്ചിട്ട് വരുന്നത്. ഒരു കാര്യം ഞങ്ങളോട് ഇപ്പം പറയുന്നില്ല. അങ്ങനെ പറയാണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ക്യാമ്പിൽ പോയിട്ട് MLA വന്നിട്ടുണ്ടായിരുന്നു, കലക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കലക്ടറൊക്കെ വന്നിട്ട് ഈ പ്രാവശ്യം മാത്രമേ നിങ്ങൾ ക്യാമ്പിൽ കയറുള്ളൂ, അടുത്ത പ്രാവശ്യം നിങ്ങൾ കയറില്ല, നിങ്ങൾക്ക് അതിനുള്ള പിന്നെ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തീരുമാനമോ ആയിട്ടില്ല. ഇപ്പൊ ക്യാമ്പിൽ നിന്ന് വന്നപ്പോ നിങ്ങൾക്ക് എന്താ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് തന്ന വീടിന്റെ മണ്ടലിടാന്? അത് നിങ്ങൾ ഇട്ടോ? എവിടെ ഇടാനാ? അത് എത്ര ഇത് മതിയാവോ? ഈ സീറ്റൊക്കെ ഈ പിന്നെ വീടിന്റെ മുകളിലേക്ക് ഇടാൻ പിന്നെ ഇതാക്കാൻ മതിയാവും. ഇതൊക്കെ ഈ ഓടിട്ട വീടിന്റെ അവിടേക്ക് ഇത് ഇട്ടാൽ മതിയാവോ? അങ്ങനെയൊക്കെ തന്നാൽ. പിന്നെ വേറെ എന്താ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? ഇവിടുന്ന് വെള്ളം കയറിയപ്പോൾ എന്താ അരിയും സാധനങ്ങൾക്ക് നഷ്ടപ്പെട്ടു? പിന്നെ അങ്ങനെ കൊണ്ടുപോയി ഞങ്ങൾ ഇന്നലെ വന്നിട്ട് അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞു. എന്റെ സാധനം മുളക് പൊടി, മല്ലിപ്പൊടി, പഞ്ചസാര എല്ലാം കൊണ്ടുപോയി അല്ല അധികാരികളെ, നിങ്ങളുടെ വീട്ടിലുള്ളവർ ഇങ്ങനെയാണോ ജീവിക്കുന്നത്? ഒരു പായ വിരിച്ച് പ്രായപൂർത്തിയായ പെമ്മക്കളും അച്ഛനും അമ്മയും ഒരുമിച്ചാണോ ഉറങ്ങുന്നതെന്ന് പറയുന്നത് നന്നായിരിക്കും. മുത്തങ്ങാവനത്തിൽ മൃഗങ്ങൾ എത്ര സുഖത്തിൽ ജീവിക്കുന്നു. അതിനേക്കാൾ പരിതാപകരമാണ് ഈ ഊരിലെ ജനങ്ങളുടെ അവസ്ഥ. 6 മാസം വെള്ളത്തിലും 6 മാസം കരയിലും ജീവിക്കുന്ന തവളയുടെ അവസ്ഥ. ഇതാണോ കേരളത്തിൽ നടന്ന ആദിവാസി വികസനത്തിൻ്റെ നേർക്കാഴ്ച? ആദിവാസി നേതാവ് അമ്മുണി K. വയനാടിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ.